അസ്സലാമലൈക്കും. റബീഇലുണ്ടൊരു രാത്രി, റഹ്മത്ത് പിറന്നൊരു രാത്രി, റബ്ബിന്റെ ദൂതർ പിറന്നൊരു രാത്രി, ത്വഹ റസൂലിൻ രാത്രി. റബീഇലുണ്ടൊരു രാത്രി, റഹ്മത്ത് പിറന്നൊരു രാത്രി, റബ്ബിന്റെ ദൂതർ പിറന്നൊരു രാത്രി, ത്വഹ റസൂലിൻ രാത്രി. മനസ്സുകളാകെ ഭൂമിയിലെത്തി ശോഭിതമോദിയരാവ്, ഭൂമിയിൽ ഓരോ പുൽക്കൊടി പോലും റബ്ബിനെ സ്തുതിച്ചൊരു രാവ്. റബീഇലുണ്ടൊരു രാത്രി, റഹ്മത്ത് പിറന്നൊരു രാത്രി, റബ്ബിന്റെ ദൂതൻ പിറന്നൊരു രാത്രി, ത്വഹ റസൂലിൻ രാത്രി. ആശ്വാസത്തിൻ തെളിനീരൊഴുകും ആഹ്ലാദമലതും സുദിനത്തിൽ, അഹദവനുഗ്രഹമേകിയ അടിമകൾക്കെന്നവരെയും ചെയ്ത്. റബീഇലുണ്ടൊരു രാത്രി, റഹ്മത്ത് പിറന്നൊരു രാത്രി, റബ്ബിന്റെ ദൂതൻ പിറന്നൊരു രാത്രി, ത്വഹ റസൂലിൻ രാത്രി. റബീഇലുണ്ടൊരു രാത്രി, റഹ്മത്ത് പിറന്നൊരു രാത്രി, റബ്ബിന്റെ ദൂതൻ പിറന്നൊരു രാത്രി, ത്വഹ റസൂലിൻ രാത്രി. അസ്സലാമു അലൈക്കും. മദീനയിൽ ചെന്നാൽ ഞാനെങ്ങനെ പിരിയും, മഹബൂബെ കണ്ടാൽ ഞാനങ്ങ് തളരും. മനസ്സേ മനസ്സേ മതിയാവുമോ, നബിയോരെ മടിയിൽ തല ചായ്ക്കുമോ. കണ്ണേ കണ്ണേ കൊതി തീരുമോ, മരിയോര മണ്ണിൽ നീരുമോ. പുറംതിരിച്ചിട്ട് നൽകുവാൻ കഴിയുമോ നബിയെ, മുഖം തിരിച്ചിട്ടുള്ള പറയുവാൻ കഴിയുമോ നബിയെ. മദീനയിൽ ചെന്നാൽ ഞാനെങ്ങനെ പിരിയും, മഹബൂബെ കണ്ടാൽ ഞാനങ്ങ് തളരും. അസ്സലാമു അലൈക്കും. ഇഷ്ടം എന്റെ നബിയോടെ, ഉപ്പ ഉമ്മ അതിലും മേലെ. ഇഷ്ടം എന്റെ നബിയോടെ, ഉപ്പ ഉമ്മ അതിലും മേലെ. ഇഷ്ടം എന്റെ നബിയോടെ, എന്റെ പ്രേമകാലം പോയ അബിബേ, എന്റെ പ്രേമകാലം പോയ അബിബേ. അംഗാകനായ സമ്മാനം അങ്ങിലേക്ക് വരച്ചേന, അംഗാകനായ സമ്മാനമായി അങ്ങിലേക്ക് വരച്ചേന. ഉപ്പ ഉമ്മ അതിലും മേലെ. ഇഷ്ടം എന്റെ നബിയോടെ, ഉപ്പ ഉമ്മ അതിലും മേലെ. ഇഷ്ടം എന്റെ നബിയോടെ. അസ്സലാമു അലൈക്കും. ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് സത്യസന്ധതയ്ക്കുള്ള അംഗീകാരം. മഹാനായ കാവിയ നബി അബൂബക്കർ അൽ ബാഗ്ദാദി റളിയല്ലാഹു അൻഹു മക്കയിൽ താമസിക്കുന്ന കാലം, അദ്ദേഹത്തിനൊരു ദിവസം കലശലായ വിശപ്പ്. പോലവില്ല. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൽ വഴിയിൽ നിന്ന് പട്ടിൽ നിർമ്മിച്ച നബി ലഭില്ല. ളത്തിന്റെ ഉള്ളിൽ പട്ടുസഞ്ചി, അതിനുള്ളിൽ വെട്ടി തിള
മുത്തുമാല. അത് എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വച്ചു. അത് എടുത്ത് അങ്ങോടിയിൽ കൊണ്ടുപോയി. അവിടെ ഒരു വൃദ്ധനായ മനുഷ്യൻ 500 ദിനാറും വിളിച്ച് പറയണം. മാല തിരിച്ചു നൽകിയാൽ അവർക്ക് ഞാൻ 500 ദിനാർ നൽകും. ഇത് കേട്ട ബാഗ്ദാദി അവരെയും വിളിച്ച് വീട്ടിലേക്ക് പോയി. ആ സന്ധി അദ്ദേഹത്തിന് നൽകി. അസ്സലാമു അലൈക്കും.